ഹായ് എവ്രി വൺ, വെൽക്കം ടു തമിഴ് കേരളം. അപ്പോൾ ഞാനിത് 2 ദിവസമായിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ്, സാറ്റർഡേയും സൺഡേയും. അപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പം ഒരു 11 മണിയൊക്കെ ആയി. അപ്പോൾ സാമ്പാർ വയ്ക്കുവാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി സാമ്പാറും ഫിഷ് ഫ്രൈയും അതുപോലെ അവിയലും ആണ്. കൂടുതലൊന്നും വയ്ക്കുന്നില്ല. സാമ്പാറിനുള്ള പരിപ്പ് ഞാൻ വേവിക്കാനായിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഒരു 2-3 വിസിൽ വന്നതിന് ശേഷം നമുക്കൊന്ന് ഓഫാക്കി കൊടുക്കാം. സാമ്പാറിനുള്ള പച്ചക്കറി ഒന്ന് അടച്ചു വെച്ച് വേവിക്കുവാണ്. ഇത് ഇച്ചിരി വെന്തതിന് ശേഷം സാമ്പാറിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. പരിപ്പ് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള പുളിവെള്ളവും പിന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി 2-3 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നാലും കുറച്ച് പുളിവെള്ളം ചേർക്കുമ്പം കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം. സാമ്പാർ ആവുമ്പോൾ നമ്മൾ പരിപ്പൊക്കെ ചേർക്കുന്നതല്ലേ, കുറച്ച് സമയം കൂടുന്തോറും അത് ഇച്ചിരി കട്ടിയാവും. അതുകൊണ്ട് ആവശ്യമുള്ള വെള്ളം ആദ്യം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ സാമ്പാർ തിളച്ചല്ലോ. അപ്പോൾ ഞാൻ ഈ സമയത്ത് പരിപ്പൊന്ന് ചേർത്ത് കൊടുക്കുവാണ്. ചേർക്കുന്നതിന് മുൻപ് തന്നെ കരണ്ടി കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി ഉടച്ചെടുക്കുവാണ്. നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുമ്പോഴാണ് നല്ലൊരു തിക്നെസ് കിട്ടുക, അതുപോലെ നല്ലൊരു ടേസ്റ്റും കിട്ടുക. അപ്പോൾ ഞാൻ പരിപ്പ് ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർക്കുവാണ്. പരിപ്പ് വേവിച്ച പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് ആ വെള്ളം തന്നെ ഞാൻ ചേർക്കുന്നുണ്ട്. സാമ്പാർ കുറച്ച് കട്ടിയാവും, സമയം കൂടുന്തോറും അല്പം കട്ടിയാവും. അതുകൊണ്ട് ആവശ്യമുള്ള വെള്ളം ഞാൻ നേരത്തെ ഒഴിക്കുവാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം. ആ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കായപ്പൊടിയും ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് 2-3 മിനിറ്റ് കഴിഞ്ഞ് ഓഫ് ചെയ്യാം. അങ്ങനെ സാമ്പാറിൻ്റെ കാര്യം റെഡിയായി. സാമ്പാർ അടുപ്പത്തിരിക്കുമ്പോൾ തന്നെ ഞാൻ അവിയലിൻ്റെ ഉള്ള പച്ചക്കറിയൊക്കെ അരിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ മിക്സാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ സമയം എനിക്കൊരു ചായ കുടിക്കണമെന്ന് തോന്നി. ചായയുമായിട്ട് ഡൈനിങ് ടേബിളിൽ കുറേ സമയമായിരുന്നു. ചായ കുടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ അവിയൽ നല്ലോണം തിളയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് ഇച്ചിരി കുറുകി വരട്ടെ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറും വടിച്ചു വെച്ചു. അവിയൽ ഏകദേശം റെഡിയായി. കുറച്ചുകൂടി ഒന്ന് കുറുകി വരുമ്പം കറക്റ്റായിട്ടിരിക്കും. അപ്പം ഒരു 2-3 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് ഞാനിത് ഓഫ് ചെയ്യാൻ പോകും. ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് മസാല ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതൊരു അരമണിക്കൂറൊക്കെ ആയി കാണും. ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് പാത്രങ്ങൾ കിടപ്പുണ്ട്, അതും ഒന്ന് കഴുകിയെടുക്കുവാണ്. അപ്പോൾ എല്ലാ ജോലിയും ഒന്നായിട്ട് തീരുമല്ലോ. ഇന്ന് എനിക്ക് കുറച്ച് ക്ലീനിങ് പണിയുണ്ട്. വീടൊന്ന് തൂത്ത് തുടയ്ക്കണം. അതുകൊണ്ട് കുക്കിങ്ങൊക്കെ ഇച്ചിരി അല്പം നേരത്തെ തന്നെ എല്ലാം ചെയ്ത് തീർക്കുക.
ഇനി അടുത്തതായിട്ട് ക്ലീനിങ് പണിയുണ്ട്. വീടൊക്കെ ഒന്ന് തൂത്തിട്ട് നന്നായിട്ട് തുടച്ചെടുക്കണമെന്ന് കുറച്ച് ദിവസമായി തുടച്ചിട്ട്. ആഴ്ചയിൽ ഒരു ദിവസം തുടയ്ക്കുന്നതാണ്, പക്ഷേ കഴിഞ്ഞ ആഴ്ച തുടച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്ന് എങ്ങനെയെങ്കിലും വീടൊന്ന് തുടയ്ക്കണം. സമയം ഇപ്പോൾ 12 ആയി. ഞാൻ ആദ്യം സിറ്റ് ഔട്ട് ഒന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബെഡ്റൂം, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹോളാണ് തൂക്കുന്നത്. ഇനി ഹോള് കഴിഞ്ഞതിന് ശേഷം ഡൈനിങ്, പിന്നെ മറ്റൊരു ഗസ്റ്റ് ബെഡ്റൂമുണ്ട് താഴത്തെ ഫ്ലോറിൽ, അതും ഒന്ന് തൂത്ത് കൊടുക്കണം. പിന്നെ കിച്ചൺ, പിന്നെ സ്റ്റോറും അതിൻ്റെ അപ്പുറം ഒരു മുറിയുണ്ട്. അത് തുടയ്ക്കുന്നില്ല, തൂത്ത് മാത്രം കൊടുക്കുന്നുണ്ട്. കാരണം അതിൽ തുടയ്ക്കുവാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് അത് എപ്പോഴെങ്കിലുമാണ് അത് തുടയ്ക്കുന്നത്. ഞാൻ മുമ്പൊക്കെ, അതായത് വീട് വെച്ച സ്റ്റാർട്ടിങ്ങിലൊക്കെ മുകളിലത്തെ നിലയും താഴത്തെ നിലയും ഒന്നിച്ച് തൂത്ത് ഒതുക്കും. അതുപോലെ തുടയ്ക്കുന്നതും ഒരു ദിവസം തന്നെ 2 ഫ്ലോറും കൂടി തുടയ്ക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെ പറ്റുകയില്ല. ഒരു ദിവസം മുകളിലും ഒരു ദിവസം താഴെയുമാണ്. ും തൂത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തുടയ്ക്കലാണ് പണി. തുടയ്ക്കുന്നതും ഞാൻ സിറ്റ് ഔട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. പിന്നെ ഹാള്, ബെഡ്റൂം, അങ്ങനെ തുടയ്ക്കുന്നത് എല്ലാ ഒരു മുറി ഒഴിച്ചിട്ട്, അതായത് സ്റ്റോറും അതിൻ്റെ തൊട്ടടുത്തുള്ള മുറിയും മാറ്റിയിട്ട് ബാക്കി എല്ലാ മുറിയും ഒന്നിച്ച് തുടച്ചെടുക്കുവാണ്. വീടെല്ലാം ക്ലീനാക്കി. പിന്നെ വൈകുന്നേരം ആയതോടെ കുറച്ച് സ്റ്റിച്ചിങ് ഉണ്ടായിരുന്നു. മക്കൾക്ക് തിങ്കളാഴ്ച കോളേജ് ഓപ്പണാണ്. കുറച്ച് ദിവസം ലീവ് ഉണ്ടായിരുന്നു, 2 പേർക്കും ലീവ് ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലുണ്ടായിരുന്നു. ഇനി തിങ്കളാഴ്ച കോളേജിൽ പോകണം. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു പുതിയ ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എടുത്തതാണ്. കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് വിചാരിക്കുന്നതാണ്. പക്ഷേ ഞാൻ എപ്പോഴും ഇങ്ങനെ അവസാനമാണ് ചെയ്യാറ്. അങ്ങനെ അവരുടെ സ്റ്റിച്ചിങ്ങിൻ്റെ പണി കഴിഞ്ഞു. പിന്നെ രാത്രി ആയതോടെ, ഇന്ന് സാറ്റർഡേ അല്ലേ, അപ്പോൾ ഫുൾ ക്ലീനിങ്, കിച്ചൺ ഫുൾ കാലത്ത് തുടച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ലാബൊക്കെ രാത്രി നന്നായിട്ട് തുടച്ച് നീറ്റായിട്ട് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നാളെ സൺഡേ നമുക്ക് കിച്ചണിൽ കയറുമ്പം നല്ല ഫ്രഷ് മൈൻഡായിരിക്കും. ഇത് എന്ന് നമ്മൾ തുടയ്ക്കുന്നത് തന്നെ, എന്നാലും ശനിയാഴ്ച ആകുമ്പോൾ ഞാൻ കുറച്ചുകൂടി ഡീപ്പായിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാറുണ്ട്. ഇനി ഒരു ബോഡി വാഷൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ചെന്ന് കിടന്ന് ഉറങ്ങണം. ഇന്നത്തെ പണി അത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇത് സൺഡേ മോർണിംഗ് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പം കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ പണിയില്ല. കാരണം ഇന്ന് ചേട്ടൻ്റെ ചേച്ചിയുടെ വീട്ടിലാണ് ഇന്ന് ഉച്ചയ്ക്ക് ഗാദറിങ്. കഴിഞ്ഞ ഞായറാഴ്ച ചേട്ടൻ്റെ ബ്രദറിൻ്റെ വീട്ടിലായിരുന്നു ഗാദറിങ്. അപ്പോൾ ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഒരു 2 മണി പോലെ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി എന്നാണ് ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. കാരണം കുറച്ച് പണികളുണ്ട്. അപ്പോൾ എനിക്കും കുറച്ച് റെസ്റ്റ് എടുത്താൽ കൊള്ളാമെന്ന് തോന്നി. കാരണം ഇന്നലെ ഒരുപാട് പണി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം വീടൊന്ന് തൂത്തിടണം. ഇന്നലെ തുടച്ചതാണ്, എന്നാലും പോകുന്നതിന് മുൻപ് ഒന്ന് വീട് തൂത്തിടണം. പിന്നെ കിച്ചണൊക്കെ ഒരു ചെറിയ ക്ലീനിങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഒരു 1:30-2 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി. കറക്റ്റായിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു 10 മിനിറ്റ്
അങ്ങനെ ഞങ്ങൾ 1:30 കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഇറങ്ങി. ആക്ച്വലി ഞങ്ങൾ ഇത്തിരി താമസിച്ചാണ് പോയത്. അപ്പോൾ അവിടെ ചേട്ടത്തി ഫോൺ വിളിച്ച് ചോദിച്ചു, എന്താ എത്ര നേരമായും കണ്ടിട്ടില്ല എന്ന് ഫോൺ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുവാന്ന് പറഞ്ഞതാണ്. മറ്റ് ഫാമിലി മെമ്പേഴ്സൊക്കെ ഇച്ചിരി നേരത്തെ അവരെല്ലാവരും കൂടി ഒന്നിച്ചു കൂടി. അപ്പോൾ ഞങ്ങളായിരുന്നു ലഞ്ചിന് ഞങ്ങൾക്ക് വേണ്ടി ചേട്ടത്തിൻ്റെ ഫാമിലിയൊക്കെ വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ഗാദറിംഗ് ഒക്കെ ഉണ്ടാവും, ചെറിയ ബർത്ത്ഡേ ഫങ്ഷൻസ്. പിന്നെ ഇത് അവരുടെ പള്ളിയിൽ പെരുന്നാളായതുകൊണ്ടുള്ള ഗാദറിംഗ് ആണ്. ഇത് എല്ലാ വർഷവും കറക്റ്റ് ഈ ഡേയിൽ തന്നെ എല്ലാ വർഷവും ഉണ്ടാവുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച മൂത്ത ചേട്ടൻ്റെ വീട്ടിലായിരുന്നു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ ഫാമിലിയിൽ ഓരോരുത്തരുടെ വീട്ടിലും ഗാദറിംഗ് ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ ഒരു 10 മിനിറ്റിൻ്റെ ട്രാവലിൽ തന്നെ അവരുടെ വീട്ടിലെത്തി. അപ്പോൾ അവരുടെ കോമ്പൗണ്ടിൻ്റെ അകത്ത് കാറ് പാർക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം എല്ലാ കാറും അകത്തായിരുന്നു, അവരുടെ മറ്റ് ഫാമിലി മെമ്പേഴ്സിൻ്റെ കാറൊക്കെ. അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി നിഴൽ ഭാഗത്ത് കാറ് പാർക്ക് ചെയ്തിട്ട് അവരുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി മറ്റവരെല്ലാവരും ഭക്ഷണം കഴിച്ചു. ഞങ്ങൾക്ക് വേണ്ടി അവർ വെയിറ്റിംഗ് ആയിരുന്നു. ഈ ചേട്ടത്തിയുടെ വീട്ടിലേക്ക് വരുന്നത് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇവരുടെ വീട്ടിൽ ചുറ്റും നല്ല മരങ്ങളും ചെടികളും അതുപോലെ പഴവർഗ്ഗ മരങ്ങളും ഒരുപാടുണ്ട്. നമുക്ക് കുറച്ച് നേരം ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കാം. അതുപോലെ ലവ് ബേർഡ്സൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ ഹാപ്പി ആയിരിക്കും ഇതൊക്കെ കാണുമ്പോൾ തന്നെ. ചെടികൾ തന്നെ ഒരുപാടുണ്ട്. ഒരുപാട് പഴവർഗ്ഗങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം സപ്പോട്ട, നാവൽപ്പഴം, നെല്ലിക്ക, പിന്നെ കസ്റ്റർഡ് ആപ്പിൾ ഉണ്ടല്ലോ, നമ്മൾ മലമ്പാഞ്ചി, അത്, പിന്നെ ഒരുപാട് മാങ്ങ, ചക്ക, അങ്ങനെ എല്ലാ ഐറ്റവും ഇവരുടെ വീട്ടിലുണ്ട്. അപ്പോൾ ഇവരുടെ വീട്ടിൽ വരുമ്പോൾ തന്നെ നമുക്ക് തിരിച്ച് പോകുമ്പം ഒരുപാട് ഐറ്റങ്ങൾ തന്നയക്കും. ഇങ്ങനെ നെല്ലിക്കയൊക്കെ ഒരുപാടുണ്ട്. അങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു. അപ്പോൾ മട്ടൻ ബിരിയാണി ആയിരുന്നു. മട്ടൻ ബിരിയാണി, ചിക്കൻ 65 എല്ലാ ഐറ്റവും ഉണ്ടായിരുന്നു. ശേഷം കുറച്ച് നേരം മുൻവശത്തിരുന്ന് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിൻ്റെ ബാക്ക് വശത്താണ് നെല്ലിക്കയൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ചേട്ടത്തി പറഞ്ഞു, ഒരുപാട് നെല്ലിക്ക കാച്ച് കിടക്കുന്നുണ്ട്, ആവശ്യമുള്ളവർ ചെന്ന് പറിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒരു കവറൊക്കെ എടുത്ത്, ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും അങ്ങനെ നെല്ലിക്ക പറിക്കാനായി. കാരണം ഞങ്ങൾക്ക് പള്ളിയിൽ 5:30 പൂജയ്ക്ക് പോകണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ മാത്രമല്ല, എല്ലാവരും 5:30 ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ കുറച്ച് കേക്കും നെല്ലിക്കയും നാരങ്ങയും അങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ അവർ തന്നയച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് കേക്കൊക്കെ കഴിച്ചു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.